അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനാണ്. അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ എന്നോ ഇല്ല. മുഴുവൻ കഴിവും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങൾ അത് അല്ലാഹുവിനോട് സഹായം ചോദിക്കേണ്ടതില്ല. അത് മനുഷ്യരോട് ചോദിക്കാം. അഭൗതികമായ കഴിവുകൾ അല്ലെങ്കിൽ സഹായങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാം എന്ന് പറയുന്ന ഈ വിഭജനം വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന്റെ തഫ്സീറിൽ പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് അല്ലെങ്കിൽ വിരോധികളുടെ ആ വാദം അത് ദുർവ്യാഖ്യാനമാണ്. ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചപ്പോ ചോദ്യകർത്താവായ മുജാഹിദ് പ്രവർത്തകൻ ഉടനെ ചോദിച്ചു, എല്ലാ സഹായവും അള്ളാഹുവോട് മാത്രം ചോദിക്കണമെന്നാണ് നിങ്ങളെ വാദമെങ്കിൽ പിന്നെന്തിനാ ശൈഖിനോട് ചോദിക്കുന്നത്? പിന്നെന്തിനാ മഹാമാട് ചോദിക്കുന്നത്? എന്നാ പിന്നെ അള്ളാഹ് ചോദിച്ചാ പോരെ എന്ന ചോദ്യം വന്നപ്പോ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും നെല്ലിക്കുത്ത് മുസ്ലിയാരും എല്ലാ മൂലമാരും തലിച്ചിരിക്കുന്ന കോല പിന്നെ നമ്മൾ കാണുന്നത്. പിന്നെ മുണ്ടാട്ടല്ല. കാരണം എന്താ? പറഞ്ഞു കുടുങ്ങിപ്പോയി. ആദ്യം പറഞ്ഞു ഒക്കെ അള്ളാഹ് ചോദിക്കണം. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു, എന്നാ പിന്നെ എന്തിനാ ശൈഖന്മാർ ചോദിക്കുന്നത്? ഈ ചോദ്യം പ്രതീക്ഷിച്ചതല്ല. ആ ചോദ്യം വന്നപ്പോ പിന്നെ മുണ്ടാട്ടല്ല. ഒരു നിമിഷം എല്ലാരും മൗനമായി, ആരും മിണ്ടില്ല. പിന്നെ എട്ടും പൊട്ടും തിരിയാതെ ചെറിയൊരു മൂലരിട്ടി മൂപ്പർ നീച്ചുന്നിട്ടായി ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടിയൂല. അതും കൂടി കാണി. അപ്പൊ വ്യക്തമാകുമ്പോൾ കാപ്പട്യം. അപ്പോൾ നമ്മുടെ മുഴുവൻ കാര്യം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന് ബഹുമാനായ ഉസ്താദ് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് നാം മറ്റുള്ള പുണ്യാത്മാക്കളോട് മുഹ്യിദ്ദീൻ ശൈഖിനോടും അതുപോലെ തന്നെ ബദരീങ്ങളോടും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇബ്നു കസീറും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് വായിച്ചു. കണ്ടോ മുണ്ടല്ല ഒറ്റൊന്നും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് മാത്രമേ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് സർവ്വ കാര്യങ്ങളും ഭൗതികവും അഭൗതികവും മുഴുവനും തന്നെ നമ്മൾ അല്ലാഹുവിനോടല്ലല്ലോ ചോദിക്കുന്നത്. പിന്നെയോ ഭൗതികമായതും അഭൗതികമായ കാര്യങ്ങളും ഒക്കെ മറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഷാപ്പിൽ പോയി നാം അരി ചോദിക്കുന്നു. അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറോട് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയും തന്നെ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നവര് ഇത് മുഴുവനും തന്നെ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ. നാളെ മുതൽ ഷാപ്പിൽ പോയി അരി ചോദിക്കുന്നതിന് പകരം അല്ലാഹുവേ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് 1 കിലോ അരി തരണം എന്ന് പറയണം. അതുപോലെ അസുഖം വന്നാൽ അത് ഡോക്ടറെ അടുക്കൽ പോയി ചോദിക്കുന്നതിന് പകരം അല്ലാഹുവേ എന്റെ രോഗം നീ മാറ്റണം എന്ന് ഇങ്ങനെ വാദിക്കുന്നവർ വാദിക്കേണ്ടി വരും. അപ്പോൾ ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുന്നാവുന്നത് പോലെ അല്ലാഹുവിന്റെ അന്തിയ ഔലിയാക്കന്മാർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെയും അവരോടും ചോദിക്കാമെന്നാണ്. അല്ലാതെ ഭൗതികവും അഭൗതികവും ഒക്കെ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഞങ്ങൾ ഒരൊറ്റ സ്റ്റേജിലാ പദം. ഒരു സ്റ്റേജിലാണ് ആദർശം 3 വട്ടം മാറ്റിയത്. ആദ്യം നെല്ലിക്കുത്ത് മുസ്ലിയാര് പറഞ്ഞത് ഭൗതികമാട്ടെ അഭൗതികമാട്ടെ എല്ലാവരോടും ചോദിക്കാം. പിന്നെ അലവി സഖാഫി പറഞ്ഞു എല്ലാ സഹായം അള്ളാഹിനോടാണ്, വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. മൂന്നാമത്
തിരിച്ച് ചോദ്യം വന്നപ്പോ സുലൈമാൻ സക്കാഫിയും അലവി സക്കാഫിയൊക്കെ പിന്നിക്ക് മാറാണ്ട് ഇരിക്കുക. എന്നിട്ട് ഏതോ ഒരു മൂലവെച്ച് കയറിയിട്ട് ഇവിടെ ഒറ്റ മണ്ടി പഞ്ഞ് കയറിയ മാതിരി ഒറ്റ കയറിയിട്ട് പറയാന്ത് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് നമ്മൾ കേട്ടത്. ഒരേ സ്റ്റേജ് ഒരേ മുഖാമുഖത്തിന്റെ പേര് ഞങ്ങൾ കണ്ടത്.